ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും എല്ലാം നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് മോൻ്റെ വീട്. ചേച്ചിയും മോനും ഫാമിലിയാണ് ഇവിടെ താമസിക്കുന്നത്. ഇനി നമുക്ക് 2 ഡോഗുകളെ കാണാം. അതിലിതാ ഒരാളാണ് ടൈഗർ. അവനാണെങ്കിൽ ഒരു പാവമാണ്, പക്ഷേ നല്ല ശൗര്യമാണ് അവന്. ആരും ആ പരിസരത്ത് വരത്തില്ല. അങ്ങനെ വാലാട്ടുന്നുണ്ടോ? മിടുക്കനാണ് ആൾ. ഒന്നാമത്തെ ആൾ ദാ കിടക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ആൾ ദാ ഉറക്കം ഭാവിച്ചിരിക്കുകയാണ്. ടൈഗർ, ഹായ് ടൈഗർ. ഓക്കേ, ആ അടുത്തതായി ഇനി വേറൊരാളും കൂടെ ഉണ്ട്. നിൽക്കുന്നു. ഇവനാണ്, ലാബാണ്. മാക്സ് എന്നാണ് അവൻ്റെ പേര്. അവന് കുഴപ്പമൊന്നുമില്ല, നല്ല ഇതാണ്, പാവമാണ് ആൾ. പക്ഷേ എന്നാൽ ഇവർ രണ്ടുപേരുമാണ് ഈ വീടിൻ്റെ കാവൽക്കാർ. അടുത്തതായിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് 2 ആൾക്കാരുണ്ട്. വെള്ളത്തിൽ കിടന്ന് കളിക്കുന്ന നോക്കൂ, ഗൂസ്. അവർ 2 പേരാണ്. ഒരു ബോയ് ഒരു ഗേളുമാണ്. അവർ നല്ല രസമാണ്, നല്ല കളിക്കുന്നതും. അവർ ആഹാരം വേണ്ടുമ്പോൾ അവർ ഒത്തിരി നല്ല സൗണ്ടിടും. ശത്രുക്കളെ കാണുമ്പോൾ ഒരു വേറൊരു സൗണ്ടിടും. അങ്ങനെ നല്ല രസമാണ്. എന്ത് ഭംഗിയാണ് അവരെ കാണാൻ. വെള്ളത്തിൽ കളിച്ച് അവരങ്ങ് എൻജോയ് ചെയ്യുക. ധാരാളം കൃഷികളൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഒത്തിരി വസ്തുക്കളുണ്ട്. പക്ഷേ പന്നികളുടെ ശല്യം കാരണം ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ, പന്നികളുടെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റില്ല. കുറച്ച് കോമ്പൗണ്ടുകൾ കെട്ടിയിട്ട് അതിനകത്താണ് കുറച്ച് കപ്പയും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പഴങ്കഞ്ഞി കുടിക്കാനുള്ളൊരു വൈബ് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചി എല്ലാ അച്ചാറുകളും ഇട്ട് വച്ചിരിക്കുകയാണ്. മാങ്ങയുണ്ട്, നാരങ്ങയുണ്ട്, നെല്ലിക്കയുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു അച്ചാർ കഴിക്കാൻ, ഒരു പഴങ്കഞ്ഞി കുടിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പം ഞാനത് പഴങ്കഞ്ഞി കുടിക്കണേയും കൂടി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് കേട്ടോ.
ആദ്യം പഴങ്കഞ്ഞി എടുത്തു, കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തു, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പിന്നെ കുറച്ച് തൈര് ഒഴിച്ചു. പിന്നെ നമുക്ക് സാമ്പാറുണ്ട്, സാമ്പാർ ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ല വലിയ നെല്ലിക്ക, നോക്കൂ, നെല്ലിക്ക നല്ല അടിപൊളി ആയിട്ട് ഇട്ടിട്ടുണ്ട്, അതൊരെണ്ണം ഞാൻ വെച്ചു. പിന്നെ നമുക്ക് ഇത് എന്താ പറയുക, നാരങ്ങ അച്ചാർ ഉണ്ട്, അത് കുറേശ്ശെ മതി, എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ ഇതാകും. അപ്പോൾ ലേശം ഒരു പീസ് നാരങ്ങ അച്ചാർ വെച്ചു. പിന്നെ നമുക്ക് മാങ്ങ അച്ചാറുണ്ട്, മാങ്ങ അച്ചാർ കുറച്ച് നിറച്ചിട്ടിരിക്കുകയാണ്, അപ്പോൾ മാങ്ങ അച്ചാർ കുറച്ച് ഒഴിച്ചു. ഇനി നമുക്ക് പച്ചമുളക് ഒരെണ്ണേ എനിക്ക് കിട്ടിയുള്ളൂ കാന്താരിയിൽ നിന്ന്, അതും കൂടെ നമുക്ക് ഇടാം. പിന്നെ ചെറിയ ഉള്ളി അത് കുറച്ചിടാം. പിന്നെ നമുക്ക് മീൻകറിയാണ്, മീൻകറി ഇതിൽ ഒഴിക്കണ്ട, നമുക്ക് അത് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാം, അതാണ് മീൻകറി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഞവടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്, ഇതിൻ്റെ വെള്ളമാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അറിയാമല്ലോ വെള്ളമാണ്. ഇതിൽ നമുക്കിനി കപ്പയും ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, പക്ഷേ അത് രണ്ടും ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം, നമുക്ക് കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗിൽ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ, താങ്ക് യു.